മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വെള്ളം ഇവിടെ വിതരണം ചെയ്തത്. ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ മാത്രമാണ് ഈ വെള്ളം വാങ്ങിച്ച് ഉപയോഗിച്ചത്. ഈ വെള്ളം കുടിച്ച എല്ലാ വീടുകളിലും ഉണ്ട്. 1-2 ആൾക്കാർ ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ അന്നത്തെ ഒരു അസുഖവും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം എല്ലാവർക്കും മഞ്ഞപ്പിത്തമായിട്ട് വന്നത്. നമ്മൾ കൊടുത്ത വെള്ളത്തിനാണെങ്കിൽ 22 വാർഡിലും ആർക്കെങ്കിലുമൊക്കെ വരണം. ഇത് വെറും 3 വാർഡിൽ ഇത് മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നിടത്ത് നമ്മുടെ വെള്ളം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആർക്കെങ്കിലും രോഗലക്ഷണമുള്ളവർ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ഒക്കെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്, പഞ്ചായത്ത് പറയുന്നുണ്ട്. പക്ഷേ സൗജന്യ ചികിത്സ ലഭിക്കുന്നില്ല. നമസ്കാരം. പഞ്ചായത്തിൽ നിന്നും സൗജന്യമായി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചവർക്ക് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതായി ആരോപണം. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡായ വെള്ളുകുന്ന് മേഖലയിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. എന്നാൽ പഞ്ചായത്ത് ഈ കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്നവരും കുട്ടികളും അടക്കം 25ഓളം പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ചിലരുടെയൊക്കെ നില ഗുരുതരവുമാണ്. ഏതായാലും എന്താണ് സംഭവം ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. എന്നാണ് ഈ വെള്ളമൊക്കെ വിതരണം ചെയ്തത്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വെള്ളം ഇവിടെ വിതരണം ചെയ്തത്. ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ മാത്രമാണ് ഈ വെള്ളം വാങ്ങിച്ച് ഉപയോഗിച്ചത്. എൻ്റെ മോനാണ് ആദ്യമായിട്ട് ഇവിടെ 7 വയസ്സുള്ള കുഞ്ഞിനാണ് ആദ്യമായിട്ട് ഞങ്ങൾ ICHയിൽ അഡ്മിറ്റ് ആയത്. അതിനുശേഷം തൊട്ടടുത്തുള്ള വീടുകളിലെ IT വിദ്യാർത്ഥികളായ 3 കുട്ടികളെ ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള അമ്മിണി എന്ന് പറയുന്ന ചേച്ചിക്ക് ഇച്ചിരി ഗുരുതര നിലയിലാണ് ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളെ ആരെയും ഒന്ന് സന്ദർശിക്കുമോ, ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമോ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ ഇതുവഴി ഒരു അനൗൺസ്മെൻറ്റ് തന്നത് ആർക്കെങ്കിലും രോഗലക്ഷണമുള്ളവർ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ഒക്കെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്, പഞ്ചായത്ത് പറയുന്നുണ്ട്. പക്ഷേ സൗജന്യ ചികിത്സ ലഭിക്കുന്നില്ല. ബ്ലഡ് ടെസ്റ്റുകളും മറ്റും ഞങ്ങൾ പൈസ കൊടുത്തു തന്നെയാണ് ചെയ്യുന്നത്. ഈ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഒരു 650, 700, 1100 റേഞ്ചിലുള്ള ടെസ്റ്റാണ് ടെസ്റ്റിന്. അപ്പോൾ അത്രയും രൂപയൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതിനൊന്നുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. ഒരു പക്ഷേ പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ ഞങ്ങളെ അന്വേഷിക്കുകയും ഞങ്ങൾക്കൊരു താങ്ങായിട്ട് നിൽക്കുകയും ചെയ്യേണ്ട ഒരു ജനപ്രതിനിധി പോലും ഇവിടെ വരുവോ ഉത്തരവാദിത്തോടെ ഞങ്ങൾക്ക് താങ്ങായിട്ട് ചെയ്തില്ല. ഈ അമ്മിണി എന്ന് പറയുന്ന ചേച്ചിയുടെ നില ഗുരുതരമാണ്. അവർക്ക് തുടർ ചികിത്സ ലഭിക്കണം, അവർക്ക് അതിനുള്ള സഹായം, ചികിത്സാ സഹായം കിട്ടണം. ഞങ്ങൾ അതുപോലെ പരിതാപകരമായ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട്, അതായത് 4-ാം തീയതി എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കിയതാണ്, ഇന്ന് 15-ാം തീയതിയായി. ഇത്ര ദിവസമായിട്ട് കാര്യക്ഷമമായിട്ട് പഞ്ചായത്തിൽ അവർ ഉത്തരവാദിത്തമായിട്ട് വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല, ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഇപ്രാവശ്യം തന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അസുഖമായിട്ട് വന്നത്. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ അന്നത്തെ ഒരു അസുഖവും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം എല്ലാവർക്കും മഞ്ഞപ്പിത്തമായിട്ട് വന്നത്. ഈ മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇവിടെ കുടിവെള്ളക്ഷാമം ഉള്ളതാണോ ഇവിടെ? അതെ, കുടിവെള്ളക്ഷാമം നല്ല രീതിയിൽ കൂടെ ഉള്ളതാണ്. അപ്പം ആ ഉണക്ക സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ വെള്ളം കൊണ്ടുവരുന്നത് മാടപ്പള്ളി പഞ്ചായത്തിൽ നിന്ന്. ഈ പ്രാവശ്യം കൊണ്ടുവന്ന വെള്ളം കുടിച്ചിട്ടാണ്, ഈ വെള്ളം കുടിച്ച എല്ലാ വീടുകളിലും ഉണ്ട്. 1-2 ആൾക്കാർ ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. പിന്നെ അത് തന്നെയല്ല, കുറേ ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലും ചങ്ങനാശ്ശേരിയിലും ജില്ലാ ഹോസ്പിറ്റലിലും സഞ്ജീവനിയിലും അങ്ങനെ പല ഹോസ്പിറ്റലിലാണ് ഇവിടെ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഈ അഡ്മിറ്റ് ആയിരിക്കുന്ന വീടുകൾക്കാണെങ്കിൽ അന്നന്ന് കഴിയുന്ന ആൾക്കാരാണ്. അപ്പം ഇതിന് ചികിത്സിക്കാൻ വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്താണ്ട് ഒരുപാട് പൈസ ചിലവാകും. അപ്പം ആ പൈസയൊക്കെ ദിവസം ഓരോരുത്തരുടെ ഇങ്ങനെ കടവും വിലയൊക്കെ മേടിച്ചാണ് ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ പഞ്ചായത്തിൽ, ഞങ്ങളുടെ മെമ്പറുണ്ട്, പഞ്ചായത്തിലെ ആൾക്കാരെ അറിയിച്ചിട്ട് പോലും ഇവരാരും ഇവിടെ ഇതുവരെ ഒന്നും വന്ന് അന്വേഷിച്ചിട്ടുമില്ല, ഒന്നും ഉണ്ട്. കളക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് നേരിട്ട് പോകാനായിട്ടായിരിക്കുന്നത്. പലരുടെയും ബന്ധുക്കൾ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. നിങ്ങളുടെയൊക്കെ ബന്ധുക്കൾ കഴിയണോ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ അമ്മയും ചേച്ചിയും ഇപ്പോഴും ആശുപത്രിയിലാണ്. അമ്മയുടെ നില വളരെ ഗുരുതരമാണ്. ചികിത്സാ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങൾക്ക് അവിടെ നല്ലൊരു പേയ്മെൻറ്റ് ആകുന്നുണ്ട് ഒരു ദിവസം തന്നെ. പുറത്തേക്ക് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലാണ്. പുറത്തേക്ക് ടെസ്റ്റ് ചെയ്യാൻ തരുന്നതിനൊക്കെ നല്ല റേറ്റാണ്. അപ്പം ഇപ്പോൾ 5 ദിവസമായിട്ടുണ്ട്. അമ്മ ഗുരുതരാവസ്ഥയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ ഇന്നത്തെ റിസൾട്ട്, അമ്മയ്ക്ക് 57 വയസ്സുണ്ട്. ഇന്നത്തെ റിസൾട്ട് അറിഞ്ഞിട്ട് അമ്മേനെ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വെള്ളം കുടിച്ചു എന്ന് അമ്മ പറഞ്ഞിരുന്നു? അമ്മ വെള്ളം കുടിച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ആറ്റിയ വെള്ളമല്ല, അല്ലാതെ തന്നെ വെള്ളം തന്നെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധജലമല്ലേ എന്നോർത്ത്
കുടിച്ചിട്ടുണ്ട് അമ്മ. കുടിച്ചിട്ടുണ്ട്. പലരും ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട് ഞങ്ങള് വാങ്ങിച്ചവരെല്ലാരും കുട്ടികൾ കുടിച്ചിട്ടുണ്ട്. കുട്ടികൾ കുടിച്ചിട്ടുണ്ട്. നിരഞ്ജന സ്പോട്ടിലാണ് കുടിച്ചേ. അവളിപ്പം സഞ്ജീവനിയിൽ ഇന്നലെ വൈകിട്ട് അവൾ അഡ്മിറ്റ് ആക്കിയേക്കോ. അത് കഴിഞ്ഞ വർഷം വരെയും കൊണ്ടുവന്ന വെള്ളം ഞങ്ങൾ തിളപ്പിക്കാതെ കൊണ്ട് തന്നെ നേരിട്ട് പച്ചവെള്ളമായിട്ട് പിള്ളേരും വീട്ടിലുള്ള എല്ലാവരും കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത് ഉദ്ദേശിച്ചാണ് നമ്മൾ കിട്ടിയപ്പോഴേ അങ്ങനെ അങ്ങ് കുടിച്ചത്. അമ്മയുടെ ബന്ധുക്കൾ ആശുപത്രിയിലാണോ? എൻ്റെ 2 പിള്ളേരാണ് 10 ദിവസം അഡ്മിറ്റ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ. കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ എങ്ങനെയുണ്ട് ഇപ്പം ആരോഗ്യാവസ്ഥ? ഇപ്പം ഇച്ചിരി മാറ്റമുണ്ട്, എന്നാലും ഡിസ്ചാർജ് ആയിട്ടില്ല. ടെസ്റ്റുകൾക്കൊക്കെ പൈസ ഒരുപാടായിട്ടുണ്ട്. ഇവർ വെള്ളം കുടിച്ചിരുന്നല്ലേ? ഈ വെള്ളം കുടിച്ചു. അവർ പറഞ്ഞു കുടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു. ഇവർ പുറത്ത് യാത്ര ചെയ്തു അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവരാണോ? പുറത്തു യാത്ര കോളേജിൽ പോകുന്നവരാ. എന്നാലും അവിടെ നിന്നല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പുറത്തുനിന്നൊന്നും നിങ്ങൾ അങ്ങനെ കുടിക്കോ? പുറത്ത് യാത്രയൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഒരുമിച്ച് എങ്ങും പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. ഇവർ പറയുന്നത് 25ഓളം ആളുകൾക്ക് ഇപ്പോഴും മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ്. നമുക്ക് മാടപ്പള്ളി പഞ്ചായത്ത് 22 വാർഡാണ് നിലവിലുള്ളത്. ആ 22 വാർഡിലെ നമുക്കൊരു 3 വാർഡിന് മാത്രമേ നമുക്ക് നിലവിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ 3 വാർഡിൽ തന്നെ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. 3 വാർഡ് നല്ല ഒരുപാട് ഏരിയകളുള്ള വാർഡാണ് ഓരോ വാർഡും വരുന്നത്. അതിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ മഞ്ഞപ്പിത്തം നമ്മൾ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്, വെറും 4000 ലിറ്റർ വെള്ളം. അത് ഒരു വാർഡിൽ എത്രയോ വീടുകളിലാണ് വെള്ളം ചെല്ലുന്നത്. ഈ 4000 ലിറ്റർ വെള്ളം കൊണ്ട് ഈ ഒരാഴ്ചയിൽ ഒരു വാർഡിലെ ആൾക്കാർക്ക് മുഴുവൻ ഉപയോഗിക്കാനുള്ള വെള്ളം ഈ വെള്ളം മാത്രമാണോ? ഒരിക്കലും അല്ല. പിന്നെ നമ്മൾ കൊടുത്ത വെള്ളത്തിൽ നിന്നാണെങ്കിൽ 22 വാർഡിലും ആർക്കെങ്കിലുമൊക്കെ വരണം. ഇത് വെറും 3 വാർഡിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നിടത്ത് നമ്മുടെ വെള്ളം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആളുകൾ പണം നൽകി മറ്റ് ഇടങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക്. പക്ഷെ നമ്മുടെ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും വെച്ചാൽ എനിക്ക് വേറൊന്നും അല്ല പറയാൻ വെച്ചാൽ 3 വാടി മാത്രം വരുന്നിടത്ത് 22 വാടി കൊടുത്തിടത്ത് 3 വാടിയിൽ നിന്ന് മാത്രം വരുന്നിടത്ത് നമുക്ക് 100% നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നു, ആദ്യം 1-2 പേരുടെയൊക്കെ റിപ്പോർട്ട് ചെയ്തത് അവർ പുറത്തുനിന്ന് വന്നവർക്കാണെന്നുള്ള കാര്യം നമ്മളത് അറിഞ്ഞ കാര്യമാണ്. ഇപ്പൊ 2ാം വാർഡിലൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കാണ് ആദ്യം മഞ്ഞപ്പിത്തം പറഞ്ഞു കേട്ടത്. ഒരേ സ്രോതസ്സിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് 22 വാർഡുകളിലും. തീർച്ചയായിട്ടും അത് നമ്മൾ ഇവിടുന്ന് നമ്മളിത് കമ്മിറ്റി കൂടി 22 മെമ്പർമാരും കൂടി ഇരുന്ന് സംസാരിച്ച് ആലോചിച്ചാണ് നമ്മൾ ഈ വെള്ളം നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുത്തത്. അത് ഇപ്പൊ ഈ വെള്ളം കൊടുക്കുന്ന മനുഷ്യൻ 10 വർഷമായിട്ട് നമ്മുടെ മാടപ്പള്ളി പഞ്ചായത്തിൽ കൊടുത്തോണ്ടിരിക്കുന്ന മനുഷ്യനാണ്. എല്ലാവർക്കും ഈ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ ആരോപണം നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഈ പഞ്ചായത്തിലെ 22ഓളം വാർഡുകളിൽ ഈ വെള്ളം തന്നെ, ഈ സ്രോതസ്സിൽ നിന്ന് എടുക്കുന്ന വെള്ളം തന്നെ വിതരണം ചെയ്യുന്നതാണ്. അവിടങ്ങളിലൊന്നും പ്രശ്നമില്ല. ഈ മേഖലയിൽ എങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത് എന്ന് ഒരു അന്വേഷണം തന്നെ നടത്തണമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഇവരുടെ ആവശ്യം ഇതാണ്, കൃത്യമായി ജനപ്രതിനിധികളൊക്കെ ഇവിടെ സന്ദർശിക്കണം, തങ്ങളുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കണം. സാധാരണക്കാരായ ആളുകളാണ് കഴിയുന്നത്. അതിനിടയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു അമ്മ കൂടിയുണ്ട്. അവർക്ക് മതിയായ ചികിത്സ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരാവശ്യവുമായാണ് ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.